എൻ്റെ പ്രതീക്ഷ മാറിയിട്ടില്ല കേട്ടോ. ഞാൻ ഈ കേരളത്തിൽ മാത്രമല്ല ഒരു 10-12 സംസ്ഥാനത്തിൽ പ്രചരണം ചെയ്ത ശേഷം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ 4-ാം തീയതി റിസൾട്ട് കിട്ടുമ്പോൾ BJP ഭരണത്തിന് ഒരു നല്ലൊരു തിരിച്ചടി കിട്ടാൻ പോവുകയാണ്. ഞങ്ങൾക്ക് പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് ജയിക്കാൻ പോണത്. ഈ എക്സിറ്റ് പോൾസ് ആരോട് ചോദിച്ചിട്ടാണ് ഇവരിങ്ങനെ ഒരു കണക്കുണ്ടാക്കിയത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ അത് വായിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കേരളത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, 26-ാം തീയതിയാണ് നമ്മൾ ജനങ്ങൾ 26 ഏപ്രിലാണ് ജനങ്ങൾ തീരുമാനിച്ചത്. ആ തീരുമാനത്തിലൊരു മാറ്റം ഉണ്ടാവാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ എന്താണ് അവർ തീരുമാനിച്ചത് കണ്ടുപിടിക്കാൻ നമ്മൾ 4-ാം തീയതി വരെ കാത്തിരിക്കുക. അതുപോലെ ചിലതിൽ പറയുന്നു 0-1, ചിലർ പറയുന്നത് 7 വരെ പോകുന്നു. BJPക്ക് 7 സീറ്റ് കിട്ടാനുള്ള സാധ്യത ആരുടെ സ്വപ്നം, സുരേന്ദ്രൻ്റെ സ്വപ്നത്തിൽ കൂടി കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, ഇതൊക്കെ നമ്മൾ ഇവർ എങ്ങനെ ചെയ്തു കാര്യങ്ങളെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ 4-ാം തീയതി വരെയല്ലേ കാത്തിരിക്കേണ്ടത്. നമ്മൾ ഇത്ര ആഴ്ചകൾ കാത്തിരുന്ന് വോട്ട് ചെയ്ത ശേഷം ഇനി 2 ദിവസം കൂടി കാത്തിരിക്കാം. ഇന്നലെ നിങ്ങൾക്കറിയാമല്ലോ, അവരെല്ലാവരും ഖർഗെ സാഹിബിൻ്റെ വീട്ടിൽ കൂടിയ ശേഷം അദ്ദേഹം പറഞ്ഞു 295. അതാണ് അവരുടെ കൃത്യമായ ഒരു കണക്ക്. അപ്പോൾ നോക്കാം, അദ്ദേഹം പറയുന്നു അതിനും കാട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും, അതിനും കാര്യം ചുരുക്കി കിട്ടില്ല എന്ന്. അപ്പോൾ നമ്മൾ നോക്കാം, 2 ദിവസമല്ലേ ഇനി കാത്തിരിക്കാനുള്ളൂ, കണ്ടുപിടിക്കാമല്ലോ.